guys, welcome back to NKL edits. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു കിഡിലൻ കവർ ഇമേജ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിലധികം ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആപ്പിലല്ല ഞാൻ ഈ ഒരു കവർ ഇമേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ ആപ്സാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്സും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സൽ ലാബ് ആണ്. പിക്സൽ ലാബ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വേർഷൻ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ വേർഷന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ആരുടെ പേരാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഒരു നെയിം വന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ജാൻവി കപൂറിനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജാൻവി കപൂറിന് ഇതിൽ ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ജാൻവി എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിന് ഫോണ്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോണ്ട് വന്ന് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മളിവിടെ താഴെ എ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോണ്ടിൽ വരിക. ഫോണ്ടിൽ വന്ന ശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫോണ്ട് നെയിം ഇവിടുന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇൻസൈസ്ഡ് 901 BT നോഡ് ഇറ്റാലിക് എന്നാണ് ആ ഒരു ഫോണ്ടിൻ്റെ പേര് ഞാൻ യൂസ് ചെയ്യുന്നതിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇത് കൊടുക്കാം. ഞാൻ വന്ന് ഓക്കെ കൊടുക്കുകയാണ്. ദെൻ ഇത് വന്ന് നമുക്കെല്ലാം അതായത് വലിയ അക്ഷരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ബട്ടൺ കൊടുക്കുക. ഈ ഒരു T എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കതൊക്കെ വലിയ അക്ഷരമായി കിട്ടും. ഓക്കെ, ദെൻ നമ്മളിവിടെ താഴെ കാണുന്ന ഈ ഒരു 2 സ്ക്വയറുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ട്രാൻസ്പാരൻ്റ് എന്നുണ്ടാവും. ദെൻ അത് നമ്മൾ ട്രാൻസ്പാരൻ്റ് PNG ആക്കി സേവ് ചെയ്യലാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സേവിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ഇമേജ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോർമാറ്റ് PNG ഉണ്ടാവും. ഡൈമെൻഷൻ വന്ന് നമുക്ക് അൾട്ര ആക്കിയിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് സേവായി. ഇനി നമ്മൾക്ക് അടുത്തത് ജാൻവി കപൂർ എന്നാണ് നെയിം വരുന്നത്. അപ്പോൾ നമ്മളടുത്ത് കപൂർന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മളിവിടെ ഈ ഒരു T ക്ലിക്ക് ചെയ്താൽ അതും വലിയ അക്ഷരമായി കിട്ടും. ഓൾറെഡി ഫോണ്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി നേരെ സേവ് ചെയ്താൽ മതി. ഓക്കെ, അൾട്രയിലിട്ട് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് PSCC ആണ്. പിക്സൽ ലാബിൽ നമ്മൾ അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു ജസ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, ഫോണ്ട് കൊടുക്കുക. ഇനി നമ്മളത് ബാക്കി ചെയ്യുന്നത് PSCCയിലാണ്. PSCC നമ്മൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും. അതും അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് PSCC മോഡ് APK എന്ന് അടിച്ചാൽ അതിൻ്റെ APKയും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ PSCC ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ വിഡ്ത്ത് വന്ന് 1080 കൊടുക്കുക. അതേപോലെ ഹൈറ്റ് വന്ന് നമ്മൾ 1350 കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത് ഏത് രീതിയിലാണെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏതൊരു ഫോട്ടോ ആണോ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഏത് ഫോട്ടോ ആണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യുക, ഡൺ കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ആൻഡ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും ഇവിടെ മുകളിൽ, അത് ക്ലിക്ക് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ കളർ ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എന്ത് വെച്ചാൽ അഗെയിൻ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ചിലപ്പോൾ ഫില്ലായിട്ടായിരിക്കും കിട്ടുക. നമ്മൾ ഈ ഒരു റേഞ്ചിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഫെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് വെച്ചാൽ പിക്സൽ ലാബിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, പിക്സൽ ലാബ് ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ കുറേ പ്രോജക്ട്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്ത ആ ഒരു ടെക്സ്റ്റ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എത്രയാണ് വേണ്ടതെന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ലെയറിൽ വരിക. നമ്മൾ ആ കബൂർ എന്നുള്ളതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെയറും ഇതേപോലെ ആഡ് ചെയ്തിട്ട് കറക്റ്റായി അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് ഗ്രേഡിയൻറ്റും കാര്യങ്ങളും കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ആ ജാൻവി എന്നുള്ള ലെയർ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ആ ജാൻവി എന്നുള്ള ലെയർ സെലക്ട് ആവും. ദെൻ നമ്മൾ ഈ ഒരു ആ ഒരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗ്രേഡിയൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഈ ഒരു ബട്ടൺ പെൻസിൽ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് പിക്സൽസ് കൊടുക്കുക. ദെൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത്
ഗ്രേഡിയൻറ്റ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഗ്രേഡിയൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ ഒരു ഗ്രേഡിയൻറ്റ് എങ്ങനെ ചെയ്യില്ല വെച്ചാൽ നമ്മളിവിടെ ഗ്രേഡിയൻറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ 3 ഡോട്ട്, അതായത് ടോട്ടൽ 6 ഡോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ 2 കളർ, അതായത് ഫസ്റ്റത്തെ ഈ ഒരു 3 ലെയേഴ്സിൽ ആദ്യത്തെ കളർ യെല്ലോ കൊടുക്കുക, ദെൻ ഗ്രീൻ, ദെൻ യെല്ലോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ റെഡാന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തേൽ റെഡ്, ദെൻ രണ്ടാമത്തേൽ റെഡിന് മാച്ചായിട്ടുള്ള ഒരു കളർ കൊടുക്കുക, ഒരു ലൈറ്റ് ഓറഞ്ചോ ആ രീതിക്ക് കൊടുക്കുക. ദെൻ ഇപ്പുറത്തെ സൈഡിൽ വന്ന് റെഡ്, ഓറഞ്ച്, റെഡ്. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കേണ്ടത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ലെയറിൽ എങ്ങനെ കൊടുക്കുന്നതെന്ന് കറക്റ്റ് കാണിച്ചു തരാം. കാരണം രണ്ടാമത്തെ ലെയറിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ലെയറിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ, അതായത് ഇവിടെ വന്ന് രണ്ടാമത്തെ ലെയർ ടാപ്പ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ സെലക്ട് പിക്സൽ കൊടുക്കുക. ദെൻ നമ്മൾ ഇവിടെ വന്ന് ഗ്രേഡിയൻറ്റ് കൊടുക്കുക. ഗ്രേഡിയൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്ത് വൈറ്റ് ആണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ രണ്ടാമത്തെ ഇവിടെ വൈറ്റ് ആണ് കൊടുക്കുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ കളറ് കൊടുക്കുക. ഇത് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ബോറാകുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് തന്നെ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കളർ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയറിലേക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഒരു മർജിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് മർജ് ഡൗൺ ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു 2 അതായത് ജാൻവിക്ക് അബോർ എന്നുള്ളത് ഒറ്റ ലെയറായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ നമ്മൾ ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമ്മളൊരു ബ്ലെൻഡിങ്, അതായത് ബ്ലറും കുറച്ചൊരു ഗ്ലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ ഇവിടെ ബ്ലെൻഡിങ്ങിൽ വരിക, ബ്ലെൻഡ് മോഡിൽ വരിക. ഇവിടെ നമ്മൾ ലീനിയർ ഡോഡ്ജ് കൊടുക്കുക. ലീനിയർ ഡോഡ്ജ് കൊടുത്ത ശേഷം നമ്മളിവിടെ എഫക്ട്സിൽ വരിക, ഗോഷ്യൻ ബ്ലർ കൊടുക്കുക. ഗോഷ്യൻ ബ്ലറിൻ്റെ വാല്യൂ വന്ന് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അഗെയിൻ ബ്ലെൻഡ് മോഡിലേക്ക് വരിക. ഇവിടെ ഒപ്പാസിറ്റി വന്ന ഒരു 30-35 ആ ഒരു റേഞ്ചിൽ അധികം ബോറാവാത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വരിക, ആ ലെയേഴ്സിൻ്റെ ഓപ്ഷനിൽ വരിക. നമ്മൾ രണ്ടാമത്തെ ലെയർ ടാപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെയർ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എഫക്ട്സിൽ വരിക. ഇവിടെ നമ്മൾ ഡ്രോപ്പ് ഷാഡോ ഉണ്ടാവും. ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുക. ഇവിടെ ഡ്രോപ്പ് ഷാഡോയുടെ വാല്യൂ വന്ന് ബ്ലർ വന്ന് 0ലേക്ക് സെറ്റ് ചെയ്യുക. ഡിസ്റ്റൻസ് വന്ന് നമ്മളൊരു 5ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻറ്റൻസിറ്റി 100 തന്നെ. കളറ് ബ്ലാക്ക്. ഇവിടെ ആംഗിളിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് വന്ന് നമ്മൾ 50ലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 50 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയറും ഇതുമായിട്ട് മർജ് ചെയ്യുക. അതിനോട് നമ്മൾ മുകളിലെ ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ വരിക, മർജ് ഡൗൺ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഡണ്ണ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ ഒരു ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൂവ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത്, എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു രീതിക്കൊക്കെ സെറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് കുറച്ച് ചെരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഞാനപ്പോൾ ഏകദേശം ചെരിച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഇവിടെ ഈ ആൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വാർപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്കിത് എങ്ങനെയെങ്കിലും ചെരിക്കുകയോ, അതായത് ഒരു വേവ് വാർപ്പ് കണക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു വാർപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ ബട്ടൺസ് ഉണ്ടാവും. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ഇതാ കറക്റ്റായിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇത് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മോഡലിന് വേണ്ടി കാണിച്ചു തരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ഈ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും സേവ് ആയിട്ട് വരിക. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് PNG ആയിട്ട് വേണമെങ്കിൽ PNG ആയിട്ടും JPG ആയിട്ട് വേണമെങ്കിൽ JPG ആയിട്ടും സേവ് ചെയ്യാം. ഇവിടെ ഈ ഒരു ബട്ടൺ ഏതാണോ നിങ്ങൾ ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് അത് വന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു
പ്രൊജക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ അത് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4:5 റേഷ്യോ ആണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ 4:5 ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ മീഡിയയിൽ വരാതെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഓവർലേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ കറക്ഷൻ അതായത് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓവറായിട്ട് ഒരു കളർ ഗ്രേഡിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് പോകും. അതായത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇമേജിൽ നിങ്ങൾ കളർ ഗ്രേഡിങ് ചെയ്തിട്ട് PSCCയിലേക്ക് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിലേക്കൊരു കളർ കറക്ഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ഞാനിപ്പോൾ ജസ്റ്റ് മുമ്പേ ചെയ്തൊരു CC ആണ് ഇതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കളർ കറക്ഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ജാൻവി കപൂർ എന്നുള്ള ലെയറിലും ആ ഒരു കളർ കറക്ഷൻ വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫോട്ടോക്ക് ഫസ്റ്റേ കളർ കറക്ഷൻ കൊടുക്കുക, എന്നിട്ട് മാത്രം നമ്മൾ PSCCയിലേക്ക് പോവുക. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ ഓവർലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കുറേ ഓവർലേയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെയും കുറച്ച് ഓവർലേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. കാരണം PSCC എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.